സ്വന്തം നാട് എന്ന് നാം അഭിമാനത്തോടെ അവകാശപ്പെട്ടിരുന്ന നമ്മുടെ കേരളത്തിൽ പിശാചുക്കൾ അഴിഞ്ഞാടുകയാണ്. മയക്കുമരുന്നടിച്ച് ഏത് തിന്മയും ചെയ്യാൻ കരുത്തു നേടുന്ന ഈ സ്വയം നിർമ്മിത പിശാചുക്കൾ ചെയ്യാത്ത ക്രൂര കൃത്യങ്ങളില്ല. ഓരോ ദിവസവും പത്രങ്ങളിലൂടെ നമുക്ക് മുന്നിൽ വരുന്ന വിചിത്രങ്ങളായ ക്രൂര കഥകൾ ആരെയാണ് ഭയപ്പെടുത്താത്തത്? നിയമനിർമ്മാണ സഭയും സർക്കാരും കോടതികളും മാധ്യമങ്ങളും ഒരേ വികാരത്തോടെ ഈ പൈശാചിക താണ്ഡവങ്ങളെ അപലപിക്കുകയും അവയ്ക്ക് എതിരായി ഒന്നിച്ചു പോരാടുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നത് ഈ മഹാ ഇരുട്ടിലും പ്രത്യാശയുടെ കിരണമായി മാറുന്നു. വെൽക്കം പാർട്ടി ആയാലും, വിടവാങ്ങൽ പാർട്ടി ആയാലും, റാഗിംഗ് ആയാലും, DJ പാർട്ടി ആയാലും, ലഹരി, അതും രാസലഹരി ഒഴിച്ചുകൂടാനാവാത്ത ചേരുവയായി ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം ഉപയോഗിക്കുന്നു. കൊലപാതകങ്ങളും ആക്രമണങ്ങളും വാഹനാപകടങ്ങളും പെരുകുന്നു. മദ്യലഹരിയിൽ യുവ ഡോക്ടർ ഓടിച്ച ജീപ്പ് ഇടിച്ച് തലസ്ഥാനത്ത് യുവാവ് മരിച്ചു. ആക്കുളം പാലത്തിൽ നിയന്ത്രണം വിട്ട ജീപ്പ് ഇടിച്ച് പാൽ വിതരണത്തിന് പോയ ശ്രീറാം എന്ന 26-കാരനാണ് കൊല്ലപ്പെട്ടത്. കൊട്ടാരക്കര സഹകരണ ആശുപത്രിയിൽ ഡോക്ടറായ വിഷ്ണുവാണ് കാർ ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന അതുൽ തിരുവനന്തപുരത്ത് MD വിദ്യാർത്ഥിയാണ്. PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് ഒപ്പം ഭക്ഷണ വിതരണം നടത്തി കുടുംബത്തെ സഹായിക്കുന്ന യുവാവാണ് ശ്രീറാം. സംഭവങ്ങൾ നിരവധിയാണ്. ഓരോ ദിവസത്തെയും പത്രങ്ങളിൽ എത്രയോ കഥകൾ വരുന്നു. ഈ സർവ്വസാധാരണത്വം കൊണ്ടാണ് കേരള നിയമസഭ ഒരു സമ്മേളന കാലത്ത് 2 വട്ടം എല്ലാ നടപടികളും മാറ്റിവെച്ച് ഈ ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ദുരന്തത്തെ അപലപിച്ചു. ഈ തിന്മ അവസാനിപ്പിക്കുന്നതിന് ഒന്നിച്ചു പോരാടണം എന്ന് തീരുമാനിച്ചു. പക്ഷേ അത്തരം നടപടി ഉണ്ടാകുന്നോ എന്നതാണ് വിഷയം. അതിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്കെതിരെയും ജനരോഷം ഉയർന്നു. ആദ്യം സിനിമാക്കാർ തങ്ങളുടെ നിലപാടിനെ ന്യായീകരിക്കുവാൻ നോക്കിയെങ്കിലും അവസാനം വിവാദ സിനിമയുടെ നിർമ്മാതാവ് ഇത്തരം സിനിമ ഇനി എടുക്കില്ലെന്ന് പരസ്യമായി സമ്മതിച്ചതും നല്ല സൂചനയാണ്. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ വേദിയായി മാത്രം പ്രത്യക്ഷപ്പെടാറുള്ള കേരള നിയമസഭ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 11-നും പിന്നീട് മാർച്ച് 3-നും ഒരേ മനസ്സോടെ കേരളത്തിലെ മയക്കുമരുന്ന് വിപത്തിനെതിരെ ആകുലപ്പെട്ടു. കോൺഗ്രസിലെ യുവനേതാവായ PC വിഷ്ണുനാഥാണ് ഫെബ്രുവരി 11-ന് വിഷയം അവതരിപ്പിച്ചതെങ്കിൽ മാർച്ച് 3-ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. വിഷയം അടിയന്തര പ്രമേയമായി 2 വട്ടവും ചർച്ച ചെയ്ത സഭയ്ക്ക് കേരളത്തിലെ യുവതലമുറ പെട്ടുപോയിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് 2 അഭിപ്രായം ഉണ്ടായില്ല. മയക്കുമരുന്നിന് അടിമയായ മകൻ കോഴിക്കോട്ട് അമ്മയെ വെട്ടിക്കൊന്ന സംഭവം വിവരിച്ചുകൊണ്ട് വിഷയം സഭയിൽ അവതരിപ്പിച്ച വിഷ്ണുനാഥ് നമ്മുടെ യുവതലമുറ പെട്ടുപോകുന്ന മഹാദുരന്തത്തിലേക്ക് സഭയുടെ ഹൃദയത്തെ കൊണ്ടുവന്നു. ലഹരിഭൂതം കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ഇതിനെതിരെ നിയമങ്ങൾ ശക്തവും കർശനവും ആക്കണം. ഇക്കാര്യത്തിൽ വൈകുന്ന ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെടുന്നത് തലമുറയെ രക്ഷിക്കുന്നതിനുള്ള നിമിഷങ്ങളാണ് എന്നാണ് വിഷ്ണു അന്ന് പറഞ്ഞെങ്കിൽ രമേശ് കുറെ കൂടെ സർക്കാർ വിരുദ്ധനായി. 9 വർഷം കേരളം ഭരിച്ചിട്ടും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ ലഹരിക്കെതിരെ എന്ത് ചെയ്തു? രമേശ് ചോദിച്ചു. രമേശിന്റെ ചോദ്യങ്ങൾ പിണറായിയെ പ്രകോപിപ്പിച്ചെങ്കിലും അവസാനം എല്ലാവരും ഒരു വികാരത്തിലെത്തി. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ചങ്കു തകർക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ് അത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓർമ്മിപ്പിച്ചു. ശരിക്കും 3-ാം വട്ടമാണ് നിയമസഭ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എന്നും ഒരു വികാരമാണ് സഭയിൽ ഉയർന്നത്. 2022 ഓഗസ്റ്റ് 31-ന് ഈ വിഷയം സഭ ചർച്ച ചെയ്തപ്പോൾ സഭയുടെ വികാരം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രി പല നടപടികളും വാഗ്ദാനം ചെയ്തതുമാണ്. പക്ഷെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതല്ലാതെ സ്ഥിതി മെച്ചപ്പെടുന്നില്ല. കേരളത്തിൽ എത്ര ലഹരി കേസുകൾ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ കണക്കുകൾ ക്രോഡീകരിച്ചില്ല എന്നാണ് സർക്കാരിന്റെ മറുപടി എന്ന് വിഷ്ണു പരിഭവിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് വരുന്നു. ഈ കണ്ണികൾ മുറിക്കണം. വിദ്യാർത്ഥികളെ കരിയർമാരാക്കുന്നു. രാസലഹരി ക്യാമ്പസുകളിൽ സുലഭമാകുന്നു. പിടികൂടുന്നവന് പരമാവധി ശിക്ഷ 200 രൂപയാണ്. ഇത് മാറണം. സ്കൂളുകളിൽ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാക്കണം, വിഷ്ണു ആവശ്യപ്പെട്ടു. സഭയുടെ വികാരം ഉൾക്കൊണ്ട് തന്നെയാണ് ഫെബ്രുവരി 11-ന് എക്സൈസ് മന്ത്രി MP രാജേഷ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് 2019-ലെ അബ്യൂസ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗം ഏറ്റവും കുറവ് കേരളത്തിലാണ്.
2023 ഇന്ത്യയിൽ പിടികൂടിയത് 16,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ്. അതിൽ 60 കോടിയാണ് കേരളത്തിന്റെ വിഹിതം, മന്ത്രി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഏറ്റവും ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതും ഇവിടെയാണ്. 2024 കേരളത്തിൽ 24,517 പേരെ മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്തു. എന്നാൽ മയക്കുമരുന്ന് കച്ചവടം വല്ലാതെ നടക്കുന്നു എന്ന് കരുതപ്പെടുന്ന പഞ്ചാബിൽ പോലും 9,734 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ പ്രതികളിൽ 98.9% പേരെ കോടതി ശിക്ഷിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു വന്ന ഫെബ്രുവരി 12 പത്രങ്ങളിൽ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു സിനിമാ നടൻ പ്രതിയായ മയക്കുമരുന്ന് കേസ് എക്സൈസ് അന്വേഷണത്തിലെ പാളിച്ച മൂലം കോടതിക്ക് ശിക്ഷിക്കാനായില്ലെന്നായിരുന്നു അത്. വിദ്യാർത്ഥികളെ കാരിയർ ആക്കുന്ന സംഭവങ്ങളുണ്ട്, മന്ത്രി സമ്മതിച്ചു. വിദ്യാർത്ഥികളെ അപകടത്തിൽ നിന്നും രക്ഷിക്കുവാൻ നേർവഴി, നേർക്കൂട്ടം, ശ്രദ്ധ തുടങ്ങിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം ഉണ്ടെന്ന് സമ്മതിച്ച മന്ത്രി MP രാജേഷ് പക്ഷേ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നാം പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മറന്നില്ല. നീറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേരളം ആപേക്ഷികമായി പിന്നിലാണ് എന്ന കണക്കുമായി ഇടത് സർക്കാരിലെ പല മന്ത്രിമാരും വരാറുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പറഞ്ഞപ്പോൾ വനം മന്ത്രി AK ശശീന്ദ്രനും ഇതുതന്നെ ചെയ്തു. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർ കേരളത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളെയും കാൾ പിന്നിലാണ് പോലും. സാക്ഷരത പോലെ 1ാം സ്ഥാനം നേടേണ്ട വിഷയമല്ലല്ലോ ഇതൊന്നും എന്ന് ഇവർ ഓർക്കുന്നില്ലയോ ആവോ? അത് മോശമായ രീതി തന്നെയാണ്. മോരിൽ കിടന്ന പാറ്റയെക്കുറിച്ച് പരാതി പറഞ്ഞ ഗൃഹനാഥനോട് 5 പാറ്റയെ എടുത്തു കളഞ്ഞതാണ് എന്ന് പറയുന്ന കുശ്നിക്കാരന്റെ സമീപനമാണിത്. 2022 ഓഗസ്റ്റിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ നടപടികൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് പ്രതിപക്ഷം ചോദിച്ചതും ഇല്ല, മന്ത്രി പറഞ്ഞതുമില്ല. മയക്കുമരുന്ന് കേസിൽ പിടികൂടുന്നവരുടെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പഴയകാല സംഭവങ്ങൾ കൂടി രേഖപ്പെടുത്താമെന്നും സ്ഥിരം കുറ്റവാളികളെ വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലാക്കാമെന്നും മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെടുന്നവരോട് ഇനി ഈ കച്ചവടത്തിൽ ഏർപ്പെടില്ല എന്ന് സത്യവാങ്മൂലം വാങ്ങിക്കാമെന്നും സ്ഥിരം കുറ്റവാളികളുടെ ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കുമെന്നും അന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളാണ്. അവ പാലിക്കപ്പെടുന്നു എന്ന് തീർച്ചയില്ല. ഏതായാലും മാർച്ച് 3 മുഖ്യമന്ത്രി അത്തരം കണക്കുകളേക്കാൾ നാളേക്ക് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് പറഞ്ഞത്. ലഹരിക്കെതിരെ എല്ലാവരും ചേർന്നുള്ള പ്രചാരണം എങ്ങനെ വേണം എന്ന് പരിശോധിക്കുവാൻ സാമൂഹിക ശാസ്ത്രജ്ഞരെയും ആത്മീയ നേതാക്കളെയും മറ്റ് സാമൂഹിക പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് സമ്മേളനം നടത്തും. രാസലഹരി എത്തുന്നത് തുറമുഖങ്ങൾ വഴിയാണ്, അത് തടയണം. കുട്ടികളെ സൂക്ഷിക്കുവാൻ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ രൂപവൽക്കരിക്കും. പോലീസും റെസിഡന്റ് അസോസിയേഷനും മാസത്തിൽ ഒരിക്കൽ യോഗം ചേരും. സ്കൂളുകളിലെ സ്റ്റുഡന്റ് കേഡറ്റ് പദ്ധതി വ്യാപകമാക്കി ഫലപ്രദമായ നടപടികൾ ഉണ്ടാക്കും. ഇതെല്ലാം നല്ല ആഗ്രഹങ്ങളായി തന്നെ അവശേഷിക്കുമോ എന്ന് അറിയാൻ കാത്തിരിക്കണം. സ്വന്തം പാർട്ടിക്കാരൻ പ്രതിയാകുമ്പോൾ നിയമങ്ങൾ കണ്ണടയ്ക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. CPM MLA ആയ U പ്രതിഭയുടെ മകനടക്കം പ്രതികളായ കേസ് തേഞ്ഞുമാഞ്ഞു പോകുന്നു. 9 പേരുടെ കൂട്ടസംഘത്തെ പിടികൂടി. അതിൽ 2 പേരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടി. അവർ മാത്രം പ്രതികളാവും. ബാക്കി പ്രതിഭയുടെ മകനടക്കം രക്ഷപ്പെടും. 2024 ഡിസംബർ 28 കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയ കേസാണിത്. 9ാം പ്രതിയായിരുന്നു പ്രതിഭയുടെ മകൻ. സംഭവം വാർത്തയായതോടെ പ്രതിഭ കളത്തിലിറങ്ങി. മകനെതിരെ കേസുണ്ടാക്കിയതാണ് എന്നായി ആരോപണം. ഉന്നതതല പരാതി കൊടുത്തു. എല്ലാം ശുഭം. ഇത്തരം പ്രവൃത്തികൾ വഴി നിലപാടുകളുടെ സത്യസന്ധതയിൽ സംശയം ഉണ്ടാക്കും. അതേസമയം NDAയുടെ കേരളത്തിലെ വൈസ് ചെയർമാൻ VSDPയുടെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മകൻ ശിവജിയെ മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കിയ പോലീസിന് നന്ദി പറഞ്ഞു. സമൂഹത്തിലെ 2 തരം നേതാക്കളുടെയും മാതാപിതാക്കളുടെയും ചിത്രമാണ് പ്രതിഭയും വിഷ്ണുപുരവും. നിയമസഭയിൽ നടന്ന ചർച്ചകളുടെ 2ാം പക്കം ലഹരി വ്യാപനത്തിനും വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾക്കും എതിരെ കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് നടയിലെ ഏകദിന ഉപവാസത്തിൽ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലഹരി മാഫിയകൾക്ക് രക്ഷകർതൃത്വം കൊടുക്കുന്നത് CPM ആണെന്ന് ആരോപിച്ചു. സംസ്ഥാനത്തിലേക്ക് വരുന്ന ലഹരിയുടെ സ്രോതസ് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്ന് അദ്ദേഹം ആരോപിച്ചു.
CPM നേതാക്കൾ പല ജില്ലകളിലും ലഹരി മാഫിയകൾക്ക് രക്ഷകർത്തൃത്വം കൊടുക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐക്കാർക്ക് പല സ്ഥലത്തും ലഹരി മാഫിയയുമായി ബന്ധമുണ്ട്. കേരളത്തിലേക്ക് വരുന്ന സ്പിരിറ്റ് ഒഴുക്ക് തടഞ്ഞതുപോലെ ലഹരിയുടെ വരവും തടയണം, അദ്ദേഹം പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കോൺഗ്രസ് മാനവസേനയ്ക്ക് രൂപം കൊടുക്കും എന്ന് KPCC അധ്യക്ഷനും വെളിപ്പെടുത്തി. മുൻപ് പറഞ്ഞ ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടണം. ഡിവൈഎഫ്ഐ അതിന് പകരമായ കോൺഗ്രസുകാർക്കുള്ള മാഫിയ ബന്ധത്തെക്കുറിച്ച് പറയുകയല്ല വേണ്ടത്. പകരം ആരോപണത്തെ നിയമപരമായി നേരിടണം. ഈ ദുരന്തത്തിന്റെ ഒരു ഭീകരരൂപമായ റാഗിംഗ് പരാതികൾ പരിശോധിക്കുവാൻ ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഉണ്ടാക്കി. നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കൂട്ടുകാരെ റാഗ് ചെയ്ത് കൊല്ലുന്നതിന് കൂട്ടുനിന്നവർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കോളേജിൽ തിരിച്ചു കയറുന്നതും ഇരയുടെ വീട്ടുകാർ പരാതിയുമായി കോടതിയെ സമീപിച്ചപ്പോൾ ആ തീരുമാനം സ്റ്റേ ചെയ്യപ്പെട്ടതും നിസ്സാര പ്രവണതയല്ല. കോടതിക്ക് നിയമം അനുസരിച്ചേ പ്രവർത്തിക്കാനാവൂ. നിയമം മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുവാനും കഴിയണം. റാഗിങ്ങിനെ കുറിച്ചുള്ള 2009 UGC മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നിയമം പരിഷ്കരിക്കണം എന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറും ജസ്റ്റിസ് C ജയചന്ദ്രനും ആവശ്യപ്പെട്ടു. എല്ലാ മതങ്ങളും പിശാചിനെ എതിർക്കുന്നവരും പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസികളെ നേർവഴിക്ക് നയിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഈ ദുരവസ്ഥ പൊതുസമൂഹത്തിന്റെ മാത്രമല്ല, മതങ്ങളുടെയും പരാജയത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. ആരെയും കുറ്റപ്പെടുത്തി സ്വന്തം മുഖം കേമമെന്ന് വരുത്താൻ നോക്കാതെ ഓരോരുത്തരും മത നേതൃത്വങ്ങളടക്കം തങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വിപത്തിനെ സഹായിക്കുന്ന വിധത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തി തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഏത് കാരണത്തിനായാലും സഹോദരനെ കൊല്ലുന്നതിന് പ്രചോദിപ്പിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ പിശാചിന്റെ ഉപകരണങ്ങളാണ്. അതിന് പ്രചോദിപ്പിക്കുന്നത് മതങ്ങളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും അവർ പൊതുസമൂഹത്തിന് ആപത്താണ്. വിശുദ്ധ കൊലപാതകം എന്ന് ഒന്നില്ല. ജനങ്ങളെ മയക്കുമരുന്നിന് അടിമകളാക്കി പണം ഉണ്ടാക്കാൻ നോക്കുന്നവരും അതിന്റെ വിൽപ്പനക്കാരും പ്രചാരകരായി പണമുണ്ടാക്കുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഈ മാർഗത്തിലൂടെ സമൂഹങ്ങളെ നിഗ്രഹിക്കുവാൻ പരിശ്രമിക്കുന്നവരും സാമൂഹിക വിരുദ്ധരാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ വ്യാപകമാകുന്ന പണം ഇരട്ടിപ്പ് തട്ടിപ്പ് കേസുകളിൽ ഇരകളാക്കപ്പെട്ടവരിൽ ചില കത്തോലിക്ക വൈദികരും ഉണ്ടായിരുന്നു. ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹ ആരാധനയാണെന്ന ബൈബിൾ വചനം പഠിപ്പിക്കുന്നവരാണ് ഇവർ എന്നത് ദുരന്തത്തിന്റെ ഗൗരവം വല്ലാതെ കൂട്ടുന്നു. ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും വീരശൂര പരാക്രമികളായി കണക്കാക്കപ്പെടുന്ന പഞ്ചാബിലെ യുവാക്കളെ മയക്കുമരുന്നിന് അടിമകളാക്കി നശിപ്പിക്കുവാൻ ബോധപൂർവം നീക്കം നടത്തുന്ന പാകിസ്ഥാനെ കുറിച്ച് ധാരാളം വായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു നാടിനെയോ ജനപദത്തെയോ ഇല്ലാതാക്കുവാനും നശിപ്പിക്കുവാനുമായി മയക്കുമരുന്ന് കച്ചവടം കൊഴിപ്പിക്കുന്നവരോട് നിർദാക്ഷിണ്യം പെരുമാറാൻ എല്ലാവർക്കും സാധിക്കണം. അവർ അംഗമായുള്ള സംവിധാനങ്ങളടക്കം. അല്ലെങ്കിൽ നാം നിബന്ധിക്കുവാൻ പോകുന്നത് ആർക്കും രക്ഷിക്കാനാവാത്ത ദുരന്തത്തിലേക്കാവും. ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവർ പലതരം പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ എതിർക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവരായി വിലസുന്നു എന്നത് വലിയ ദുര്യോഗം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടും വോട്ട് ബാങ്കും എല്ലാം കയ്യിൽ ഉള്ളവരാണ് ഇവരിൽ പലരും. സത്യം തുറന്നു പറയുന്നവരെ വർഗീയവാദികളെന്നോ അരാഷ്ട്രീയക്കാർ എന്നോ അരാജകത്വവാദികൾ എന്നോ മുദ്രയടിച്ച് പിശാചുക്കളുടെ ദൂതന്മാരെ സംരക്ഷിക്കുന്നവർ ആത്മാവിന്റെ വിനാശകരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പഞ്ചാബിൽ മയക്കുമരുന്ന് വിൽക്കാൻ തന്ത്രങ്ങൾ ഒരുക്കിയ നാട്ടിലെ യുവാക്കളെയാകെ ഇപ്പോൾ ഈ വിപത്തിൽ പെട്ടതായാണ് റിപ്പോർട്ടുകൾ. തലസ്ഥാനത്ത് വെഞ്ഞാറമൂട് പേരുമല സൽമാസിൽ അർഫാൻ എന്ന 23-കാരൻ അമ്മ ഷമിയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം അവർ മരിച്ചു എന്ന ധാരണയിൽ കല്ലറ പാങ്ങോട്ട് കുടുംബ വീട്ടിലെത്തി മുത്തശ്ശി 95-കാരി സൽമ ബീവിയെ തലയ്ക്കടിച്ചു കൊന്നു. അവിടെ നിന്നും ചുള്ളിമാനൂർ SN പുരത്തുള്ള ബാപ്പയുടെ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തി ബാപ്പയുടെ ജ്യേഷ്ഠൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെയും കൊന്ന ശേഷം തിരിച്ച് വീട്ടിലെത്തി സ്വന്തം അനിയൻ 14 വയസ്സുള്ള 9ാം ക്ലാസ്സുകാരൻ അഫ്സാനെയും കാമുകി 22-കാരി ഫർസാനെയും സ്വന്തം വീട്ടിൽ വെച്ചും കൊന്ന കഥ റിപ്പോർട്ട് ചെയ്ത തലസ്ഥാനത്തെ പ്രമുഖ പത്രം കേരള കൗമുദി കൊടുത്ത ശീർഷകം ഏറെ അർത്ഥഗർഭമായിരുന്നു. യുവാവ് പിശാചായി, ചുറ്റിക കൊണ്ട് തലയ്ക്കും മുഖത്തും അടിച്ചാണ് കൊന്നത്. അഞ്ചൽ സെന്റ് ജോൺസിലെ PG വിദ്യാർത്ഥിയാണ് ഫർസാന. അവളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് തലയ്ക്കടിച്ചു കൊന്നത്.
34 കിലോമീറ്റർ യാത്ര ചെയ്ത് നടത്തിയ കൊലകൾക്കു ശേഷം അർഫാൻ ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ 6 പേരെ കൊന്നെന്ന് കുറ്റസമ്മതം നടത്തി കീഴടങ്ങി. മരിക്കുന്നതിനായി താൻ എലിവശം കഴിച്ചതായും അവൻ അറിയിച്ചു. ശരിക്കും പിശാചായ യുവാവ്. 2 മണിക്കൂറിനിടെ 34 കിലോമീറ്റർ സഞ്ചരിച്ച് കൊല. പേരുമലയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയുള്ള പാങ്ങോട് പോയി മുത്തശ്ശിയെ കൊന്നു. 12:30 നടന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ചുള്ളാളത്തെ ദമ്പതിമാരുടെ വീട്ടിലെത്തി. അവരെ കൊന്ന് തിരിച്ച് വീട്ടിലെത്തി അനിയനെയും കാമുകിയെയും വകവരുത്തി. വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ പോവുകയായിരുന്നു. സാധിക്കുമോ ഒരു സാധാരണ യുവാവിന് ഈ രീതിയിൽ പെരുമാറുവാൻ? നാടിനെ ഭീതിപ്പെടുത്തിയ ഈ കൊലപാതകത്തിന്റെ കാരണങ്ങൾ വ്യക്തമായി വരുന്നതേയുള്ളൂ. ഇപ്പോൾ അറിയുന്നതെല്ലാം അർത്ഥസത്യങ്ങളാണ്. അർഫാന്റെ അടിയേറ്റ് ക്യാൻസർ രോഗിയായ അമ്മ ഷമി മരണത്തെ അതിജീവിച്ച് ആശുപത്രിയിൽ ഉണ്ട് എന്നത് സത്യം പുറത്തുവരുന്നതിന് സഹായകമാവും. പക്ഷേ മകനോടുള്ള വാത്സല്യത്തിൽ അമ്മ പലതും ഒളിക്കുന്നതായി പോലീസ് സംശയിക്കുന്നു. കട്ടിലിൽ നിന്നും വീണാണ് തനിക്ക് പരിക്ക് പറ്റിയത് എന്നാണ് അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞത്. ഗൾഫിലായിരുന്ന പിതാവ് റഹീം അവിടെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ആയിരുന്നതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ അനുമതി കിട്ടാത്ത നിലയിലായിരുന്നു. അവിടെ നല്ല രീതിയിൽ സ്പെയർ പാർട്ട് കട നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ് പൊളിഞ്ഞു. ലക്ഷങ്ങൾ കടക്കാരനായി. 75 ലക്ഷം രൂപയാണ് കടം. അല്ല 65 ലക്ഷമേ ഉള്ളൂ എന്നൊക്കെ കണക്കുകളുണ്ട്. റഹീമിന്റെ വീട്ടിൽ നടന്ന ദാരുണ കൊലപാതകങ്ങളുടെ കഥ കേട്ട മലയാളികൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് അദ്ദേഹത്തിന് തിരിച്ചെത്താനായത്. വിദേശത്തായിരുന്ന അർഫാൻ ഈയിടെയാണ് നാട്ടിലെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലമാണ് താനീ കടുംകൈ ചെയ്തതെന്ന് അർഫാൻ പറഞ്ഞു. നാട്ടിൽ അമ്മയ്ക്കും മകനും 65 ലക്ഷം രൂപയോളം കടമുണ്ടെന്ന് അവർ പറഞ്ഞതായും അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന് റഹീം പറഞ്ഞതായും വാർത്തയുണ്ട്. അമ്മയും മകനും ചേർന്ന് ചിട്ടി നടത്തിയിരുന്നു. ചിട്ടി വീണവർക്ക് പണം കൊടുക്കാനായില്ല. അവർ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു തുടങ്ങി. മുത്തശ്ശിയും ബാപ്പയുടെ സഹോദരനും സഹായിച്ചില്ല തുടങ്ങിയ പരാതികൾ അർഫാനുണ്ട്. അമ്മയെ കൊന്ന് മരിക്കാൻ തീരുമാനിച്ച അർഫാൻ തങ്ങളെ സഹായിക്കാതിരുന്ന മുത്തശ്ശിയെയും ബാപ്പയുടെ ജ്യേഷ്ഠനെയും ഭാര്യയെയും വകവരുത്താൻ തീരുമാനിച്ചു. അവർ തങ്ങളുടെ ധാരാളിത്ത ജീവിതത്തെ കുറ്റപ്പെടുത്തിയിരുന്നതായി അർഫാൻ പറഞ്ഞതായി വാർത്തയുണ്ട്. അനിയൻ അഫ്സാനെയും കാമുകി ഫർസാനെയും കൊന്നത് തന്റെ മരണശേഷം അവർ വല്ലാതെ വിഷമിക്കും എന്ന് കരുതി സ്നേഹം കൊണ്ടാണെന്നും അർഫാൻ പറഞ്ഞതായി വാർത്തയുണ്ട്. സുഖലോലുപരമായ ജീവിതത്തിനായുള്ള ആക്രാന്തത്തിന്റെ ഇരയാണ് ആ കുടുംബം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത്. മിക്കവാറും കൂട്ടക്കൊലകളിൽ ഇത്തരം ഒരു മാനം കടന്നു വരുന്നുണ്ട്. തീവ്രവാദികളുടെ പ്രചോദനമാണ് അർഫാനെ വഴിതെറ്റിച്ചതെന്ന് BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളും കണ്ണടച്ച് തള്ളരുത്. പോലീസ് അന്വേഷിക്കണം. ഇത്തരം ആശയങ്ങൾ കുറ്റവാളികളെ സ്വാധീനിക്കുന്നുവോ എന്ന് അന്വേഷിക്കണം. താമരശ്ശേരി ഏളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഷഹബാസ് എന്ന 15-കാരൻ താമരശ്ശേരി GVHSS സ്കൂളിലെ കൂട്ടുകാരുടെ അടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവം കേരളത്തെ വല്ലാതെ ആകുലപ്പെടുത്തുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ട്യൂഷൻ സെന്ററിൽ കൊടുത്ത യാത്രയയപ്പ് യോഗത്തിലാണ് അടി നടന്നത്. ഷഹബാസ് അവിടെ പഠിക്കുന്ന കുട്ടിയായിരുന്നില്ല. താമരശ്ശേരി GVHSSലെ 6 വിദ്യാർത്ഥികൾക്കെതിരെ കൊലപാതകത്തിന് പോലീസ് കേസെടുത്തു. നെഞ്ചക ഉപയോഗിച്ചാണ് അവർ ഷഹബാസിനെ മർദ്ദിച്ചത്. കൊല്ലാൻ തന്നെ തീരുമാനിച്ചായിരുന്നു മർദ്ദനം എന്ന് കരുതുന്നു. നെഞ്ചിൽ മർദ്ദനമേറ്റ ഭാഗത്ത് രക്തസ്രാവം ഉണ്ടായി. വലത് ചെവിക്കും കണ്ണിനും പരിക്കുണ്ട്. തലയോട്ടി തകർന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ വെള്ളിമാടുകുന്നിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ റിമാൻഡ് ചെയ്തു. പക്ഷേ അവർക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിന് അവസരവും കൊടുത്തു. ഇതിനെതിരെ രൂക്ഷമായ വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടായി. പക്ഷേ നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങി. നിയമങ്ങൾ നൽകുന്ന പരിരക്ഷ മനസ്സിലാക്കി കുട്ടികൾ ക്രൂരത കാണിക്കുന്ന കാലമായിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരക്കാരെ കൈകാര്യം ചെയ്യുന്നതിന് നിയമങ്ങൾ മാറേണ്ടതുണ്ട്. അന്ന് തന്നെ പത്രങ്ങളിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. കാസർഗോഡ് സെന്റ് ഓഫ് പാർട്ടിക്കായി മയക്കുമരുന്ന് വാങ്ങിയ കുട്ടികളെ കണ്ടെത്തി എന്ന്. മയക്കുമരുന്ന് എവിടെ കിട്ടുമെന്ന് എല്ലാ ഉപഭോക്താക്കൾക്കും അറിയാം. 2021 സെപ്റ്റംബർ 30 പാലാ സെന്റ് തോമസ് ക്യാമ്പസിൽ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ നിതിന എന്ന 22-കാരി വിദ്യാർത്ഥിനിയെ അഭിഷേക് എന്ന 22-കാരൻ യുവാവ് പേപ്പർ കട്ടർ കൊണ്ട് കഴുത്തറുത്ത് കൊന്നു.
അഭിഷേക് പറഞ്ഞതായി വന്ന ഒരു വാർത്തയിൽ ഇങ്ങനെ പറയുന്നു: എനിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം. അത് 14 വർഷം കൊണ്ട് തീരും. അതായത് 36-ാം വയസ്സിൽ ഞാൻ വീണ്ടും സ്വതന്ത്രനാകും. ഇത്തരം നിയമപരമായ തിരിച്ചറിവുകളോടെ കുറ്റം ചെയ്യുന്നവരെ ശരിക്കും മാനസാന്തരം ഉണ്ടാകുന്നതുവരെ തടവിലാക്കേണ്ടേ? നിയമങ്ങൾ കർശനമാക്കണം. കഷായം കൊടുത്ത് കാമുകനെ കൊന്ന ഗ്രീഷ്മയാണ് വേറൊരു കഥാപാത്രം. 2022 ഒക്ടോബർ 14-ന് ഗ്രീഷ്മ കാമുകനായ ഷാരോൺ രാജിനെ കന്യാകുമാരിക്ക് അടുത്തുള്ള രാമവർമ്മൻ ചിറയിലെ അവളുടെ കുടുംബ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്നു. ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരികയും അത് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ പഴയ കാമുകനെ ഒഴിവാക്കുന്നതിനാണ് ഈ കടുംകൈ ചെയ്തത്. വളരെ ആസൂത്രിതമായി വളരെ കാലമായി അവൾ ഷാരോണിനെ കൊല്ലാൻ പല പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി. 2025 ജനുവരിയിലെ വിധിയിൽ കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. മാവേലിക്കര കാർണവർ ബംഗ്ലാവിൽ ഭാസ്കര കാർണവർ എന്ന 65-കാരനെ 2009 നവംബർ 7-ന് കൊന്ന മകൻ ബിനുവിന്റെ ഭാര്യ ഷെറിനാണ് മറ്റൊരു കഥാപാത്രം. ഭിന്നശേഷിക്കാരനായിരുന്ന ബിനുവിനെ സംരക്ഷിക്കുന്നതിനായാണ് അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാർണവർ ചെങ്ങന്നൂരിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും ഷെറിനെ പുത്രവധുവാക്കിയത്. അവർക്ക് ഒരു മകനും ഉണ്ടായി. ഇക്കാലത്താണ് കാർണവരുടെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ഷെറിൻ സഹായി ബാസിദ്, അലിഷാൻ, റഷീദ്, നിതിൻ എന്നിവരുടെ സഹായത്തോടെ ഭാസ്കര കാർണവരെ കൊന്നത്. 2011 നവംബർ 11-ന് തന്നെ പോലീസ് കുറ്റവാളികളെ കണ്ടെത്തി. കോടതി ശിക്ഷിച്ചു. ജയിൽ അധികൃതരുടെ ഒത്താശയോടെ ഷെറിൻ ജയിലിൽ ജീവിതം ആഘോഷിച്ചു. ജയിലിൽ അക്രമങ്ങൾ നടത്തിയതിന് പലവട്ടം ജയിൽ മാറ്റി. എന്നിട്ടും അവർക്ക് 500 ദിവസത്തെ പരോൾ കിട്ടി. അവസാനം 2025-ൽ 14 വർഷം കഴിഞ്ഞതുകൊണ്ട് ജയിൽ മോചനത്തിനും നടപടികളായി. മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സഹായം അവൾക്ക് ലഭിക്കുന്നുവത്രേ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്ക് കണക്കില്ലാതെ പരോൾ അനുവദിക്കുന്ന അധികാരികൾ അക്രമികളെ സഹായിക്കുക മാത്രമല്ല, സമൂഹത്തിൽ വളർന്നുവരുന്ന അക്രമികൾക്ക് പ്രോത്സാഹനം കൂടി ആവുകയാണ്. ഏപ്രിൽ 9-ന് തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള നന്ദൻകോട് വീട്ടിൽ കേഡൽ ജിൽസൺ രാജ, അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജ തങ്കം, സഹോദരി കാതലിൻ, ബന്ധു ലളിത എന്നിവരെ കൊന്നു. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലും കാണപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ ആത്മാവിനെ മോചിപ്പിക്കുകയായിരുന്നു താൻ എന്നാണ് ഒരു കുറ്റബോധവും ഇല്ലാതെ കേഡൽ ജിൽസൺ രാജ പറഞ്ഞത്. ഓരോരുത്തരെയും വീടിന്റെ മുകൾ നിലയിൽ കൊണ്ടുപോയിട്ടാണ് കൊന്നത്. ഓസ്ട്രേലിയയിൽ നിർമ്മിത ബുദ്ധി പഠിച്ച ജിൽസൺ 15 വർഷമായി ആസ്ട്രൽ പ്രൊജക്ഷൻ അഭ്യസിക്കുന്നുണ്ടായിരുന്നു. അയൽപക്കക്കാരുമായി വലിയ ബന്ധം ഇല്ലാതെ ജീവിക്കുന്നവരായിരുന്നു ഇവർ. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടപ്പോൾ തീ പിടിച്ചെന്ന് കരുതി നാട്ടുകാർ ഓടിക്കൂടി. പകുതി കത്തിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടു. ജിൽസൺ രാജയെ കാണാനില്ല. 3-ാം പക്കം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് പിടികൂടി. കൊലപാതകത്തിന് ശേഷം ചെന്നൈക്ക് പോയ കേഡൽ അവിടുത്തെ ഒളിവുവാസത്തിന് ശേഷം മടങ്ങി വന്നപ്പോഴാണ് പിടിയിലായത്. ആത്മാക്കൾ പരലോകത്തേക്ക് പോകുന്നത് കാണാൻ വേണ്ടിയായിരുന്നു താൻ അവരെ കൊന്നത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അരുണാചലിൽ ദമ്പതികളായ കോട്ടയം മീനടം നെടുംപൊയ്കയിൽ 39-കാരനായ ഡോക്ടർ നിവിൻ തോമസ്, ഭാര്യ വട്ടിയൂർക്കാവ് സ്വദേശി 41-കാരി ദേവി, അവരുടെ സുഹൃത്ത് 29-കാരി ആര്യ പി നായർ എന്നിവർ 2024 മാർച്ച് 27-ന് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്നും 100 കിലോമീറ്റർ അകലെ സീറോയിലെ ഹോട്ടലിലെ മുറിയിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. ആര്യ കട്ടിലിലും ദേവി നിലത്തും മരിച്ചു കിടന്നു. നിവിൻ ബാത്റൂമിലായിരുന്നു. തലസ്ഥാനത്ത് ശ്രീകാര്യത്തെ സ്കൂളിൽ അധ്യാപകരായിരുന്നു ദേവിയും ആര്യയും. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. മാർച്ച് 27 മുതൽ ആര്യയെ കാണാനില്ലെന്ന് ആര്യയുടെ വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. മാർച്ച് 27-ന് അരുണാചലിലേക്ക് പോയി. ദുർമന്ത്രവാദത്തിന് ഇരകളായിരുന്നു ഇവർ എന്ന് കരുതുന്നു. മരണശേഷം പരലോകത്ത് ജീവിക്കാം എന്ന് ബോധവൽക്കരിച്ചാണ് ദമ്പതികൾ ആര്യയെ കൂടി വശത്താക്കിയത് എന്നാണ് പോലീസ് കരുതുന്നത്.
കേരളത്തെ നടുക്കിയ മറ്റൊരു കൂട്ടക്കൊലയാണ് ജനുവരി 27-ന് പാലക്കാട് കൊല്ലങ്കോട് പോത്തുണ്ടി തിരുത്തപ്പാടം ബായൻ നഗറിൽ നടന്നത്. അവിടെ ചെന്താമര എന്ന ഒരു കൊലപാതകി ബായൻ നഗറിൽ അപ്പായിയുടെ ഭാര്യ ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരെ അവരുടെ വീടിന് മുന്നിലിട്ട് വെട്ടിക്കൊന്നു. ലോറി ഡ്രൈവറാണ് സുധാകരൻ. 2019 ഓഗസ്റ്റ് 31-ന് സുധാകരന്റെ ഭാര്യ സജിതയെ കഴുത്തറുത്ത് കൊന്ന കൊലക്കേസിൽ പ്രതിയാണ് ചെന്താമര. ചെന്താമര ആക്രമിക്കും എന്ന് കാണിച്ച് 64 സ്ത്രീകൾ ഒപ്പിട്ട് ഡിസംബറിൽ ചെന്താമരയ്ക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പോലീസ് പരിഗണിച്ചില്ല. ഡിസംബർ 29-ന് സുധാകരന്റെ മകൾ അഖില പരാതി കൊടുത്തു. പോലീസ് ഒന്നും ചെയ്തില്ല. പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണ് ഈ ഇരട്ട കൊലപാതകം നടന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര ഭാര്യയും മക്കളുമായി അകന്ന് കഴിയുന്നവനാണ്. പ്രണയവിവാഹമായിരുന്നു ചെന്താമരയുടേത്. വീട്ടിൽ നിന്നും മാറി താമസിച്ച് സജിതയുടെ വീടിന് അടുത്തായിരുന്നു താമസം. ചെന്താമര ഭാര്യയെ മർദ്ദിച്ചപ്പോൾ തടസ്സം പിടിക്കാൻ എത്തിയതിനാണ് സജിതയെ കൊന്നത്. ലക്ഷ്മിയും സുധാകരനും സജിതയും കാരണമാണ് തന്റെ ഭാര്യ പിണങ്ങിപ്പോയത് എന്നാണ് ചെന്താമര കരുതുന്നത്. ജനുവരി 28-ന് പോലീസ് ചെന്താമരയെ പിടിച്ചു. താൻ വിഷം കഴിച്ചെന്ന് പറഞ്ഞ് അയാൾ ആശുപത്രിയിലായി. അത് നുണയാണെന്ന് തെളിഞ്ഞു. എറണാകുളം ചേന്നമംഗലം പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ 69-കാരൻ വിഷ്ണു, ഭാര്യ 62-കാരി ഉഷ, മകൾ 32-കാരി വിനിഷ എന്നിവരെ ജനുവരി 16-ന് അവരുടെ വീട്ടിൽ കയറി കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന സംഭവവും കേരളത്തെ നടുക്കി. 27-കാരനായ ഋതു ജയനാണ് പ്രതി. വിനിഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെയും ഋതു അടിച്ചു. പക്ഷേ അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചേരനല്ലൂർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. വിഷ്ണുവും കുടുംബവും തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് കൊന്നത് എന്നാണ് പ്രതിയുടെ ഭാഷ്യം. ബാംഗ്ലൂരിൽ നിർമ്മാണ തൊഴിലാളിയാണ് അയാൾ. 4 പേരെ കൊന്നെന്ന് പോലീസിൽ പ്രതി സമ്മതിച്ചു. അയൽക്കാർ ഋതുവിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഋതുവിനെ വിളിപ്പിച്ചു. മയക്കുമരുന്നിന് അടിമയാണെന്ന് കണ്ടെത്തി. മാനസിക രോഗത്തിന് ചികിത്സിക്കാം എന്ന് പിതാവിന്റെ ഉറപ്പിൽ വിട്ടയച്ചു. 3 പേരുടെ ജീവനെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിൽ 2025 ഫെബ്രുവരി 7-ന് അപ്പൻ ജോസിനെ അടിച്ചു കൊന്ന പ്രജിൻ ജോസ് എന്ന യുവാവ് 2014-ൽ ചൈനയിലെ വുഹാൻ സർവകലാശാലയിൽ ചേർന്നു. MBBS പഠിച്ചവനാണ്. വെള്ളറടയിൽ ഹാർഡ്വെയർ കട നടത്തുകയാണ് ജോസ്. ഒരു മകളും ഉണ്ട്. കൊച്ചിയിലെ ഏജൻസി പ്രജിന്റെ അവസാന വർഷ ഫീസ് അടച്ചില്ല. അതുകൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എറണാകുളത്ത് ഫിലിം കോഴ്സ് പഠിച്ചു. സിനിമ പഠിക്കുവാൻ പോയ ശേഷം വല്ലാത്ത മാറ്റമാണ് ജിബിന് ഉണ്ടായതെന്ന് അമ്മ സുഷമ പറഞ്ഞു. പള്ളിയിൽ പോയിരുന്നത് നിർത്തി. പള്ളിയിലെ കൊയറിൽ നിന്നും മാറി. മന്ത്രവാദം നടത്തിയിരുന്നതായി അമ്മ സുഷമ സംശയിക്കുന്നു. അക്രമ സംഭവം കാണിക്കുകയുണ്ടായി. അമ്മ സുഷമയെയും ആക്രമിച്ചു. എല്ലാവരും പേടിച്ചാണ് കഴിഞ്ഞത്. 3 വട്ടം സൈക്യാട്രിസ്റ്റിനെ കണ്ടു. ഫെബ്രുവരി 7-ന് അമ്മ ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ വടിവാളും കത്തിയും ഉപയോഗിച്ചാണ് അപ്പനെ ആക്രമിച്ചു കൊന്നത്. ഒരാഴ്ച മുമ്പ് അപ്പനെ നെഞ്ചത്ത് ഇടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. മകനെ ജയിലിൽ നിന്നും വിടരുതെന്ന് അമ്മ സുഷമ കണ്ണീരോടെ അഭ്യർത്ഥിക്കുന്നു. ജിബിന്റെ മുറി പരിശോധിച്ച പോലീസ് കണ്ടെത്തിയവയിൽ 2 ബൈബിളും ഉണ്ടായിരുന്നു. അത്ര വിശുദ്ധ ജീവിതം നയിച്ചിരുന്നവനാണ് അപ്പനെ കൊന്ന് പിശാചായത്. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.